ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് നമ്മളുടെ ബൈബിൾ പുസ്തകങ്ങൾ കൂടെയുള്ളതായ യാത്രയിൽ 66-ാമത്തെ ലെസണാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് യോഹന്നാൻ്റെ സുവിശേഷം ഒടുവിലത്തെ ഭാഗമാണ്. ഇന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അത് പല ഭാഗങ്ങളിലായിട്ട് നമ്മൾക്ക് പഠിക്കേണ്ടതായ ആവശ്യമുണ്ട്. ഇവിടെ കഴിഞ്ഞ ലെസണിൽ യോഹന്നാൻ്റെ സുവിശേഷം വരെ പഠിക്കുകയുണ്ടായി. മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ പുസ്തകങ്ങൾക്കു ശേഷം അത് യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്ര പുസ്തകമാണ്. എന്നാൽ അതിനുശേഷമായിട്ട് ലൂക്കോസ് എഴുതിയതായ പുസ്തകമാണ് ബുക്ക് ഓഫ് ആക്ട്സ്, അല്ലെങ്കിൽ അപ്പോസ്തോല പ്രവർത്തികൾ, അല്ലെങ്കിൽ അപ്പോസ്തോലന്മാരുടെ പ്രവർത്തികൾ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്നും ഈ പുസ്തകത്തെ നമ്മൾക്ക് വിളിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ആരാണ് ഇതിൻ്റെ എഴുത്തുകാരൻ? നമ്മൾക്കെല്ലാം അറിയാവുന്ന പോലെ ലൂക്കോസ്, വൈദ്യനായ ലൂക്കോസ് എന്നറിയപ്പെടുന്ന ആളാണ് ഇതിൻ്റെ എഴുത്തുകാരൻ. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 12 അപ്പോസ്തോലന്മാരിൽ ഉൾപ്പെട്ട ഒരാൾ അല്ലായിരുന്നു ഈ ലൂക്കോസ് എന്ന് പറയുന്ന ആൾ. എന്നാൽ നല്ല ഉന്നത വിദ്യാഭ്യാസവും നല്ല ഒരു എഴുത്തുകാരനും ചരിത്രകാരനും ഒക്കെയായിരുന്ന ലൂക്കോസ് നല്ല ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു. താൻ പത്രോസിനോട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ്. പത്രോസിൽ നിന്നും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ എല്ലാ വിവരങ്ങളും താൻ തൻ്റെ പേനയിൽ കൂടി തൻ്റെ പുസ്തകത്തിൽ പകർത്തുകയുണ്ടായി. അതുപോലെ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനു ശേഷമായിട്ട് പൗലോസിനോട് ചേർന്ന് പ്രവർത്തിപ്പാനും മിഷണറി പ്രവർത്തനങ്ങളിൽ ഒക്കെ ഏർപ്പെടുവാനും റോമിലേക്ക് ഒക്കെ ഒടുവിലായി കടന്നു ചെല്ലുകയും ഒക്കെ ചെയ്യുന്നതായ സംഭവങ്ങൾ നമുക്ക് ഈ അപ്പോസ്തല പ്രവർത്തികളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യത്തെ തൻ്റെ പുസ്തകമായ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും ശുശ്രൂഷകളെക്കുറിച്ചും മനുഷ്യജാതിക്ക് വേണ്ടി താൻ ഈ ലോകത്തിൽ കടന്നു വന്നുവെന്നും മരിച്ചുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും പിന്നീട് 40 ദിവസങ്ങളോളം ഇവിടെ പാർത്തു ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തി എന്നൊക്കെ എഴുതി കൺക്ലൂഡ് ചെയ്തതിന് ശേഷമായിട്ട് വീണ്ടും തിയോഫിലോസ് എന്ന് പറയുന്നതായ ഒരു വ്യക്തിക്ക് വേണ്ടി താൻ ഈ അപ്പോസ്തല പ്രവർത്തികൾ എഴുതുകയാണ്. അപ്പോസ്തല പ്രവർത്തികളെന്ന് പറയുമ്പോൾ സഭയുടെ ആദ്യ ചരിത്രമാണ്. അപ്പോസ്തല സഭയുടെ ആദ്യത്തെ പേജ് മുതൽ ചില നാളുകളിലേക്ക് ഉള്ളതായ ചരിത്രങ്ങൾ നമ്മൾക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ താൻ ഒടുവിലായിട്ട് പറഞ്ഞ് നിർത്തിയത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നിന്നും സ്വർഗാരോഹണം ചെയ്യുമ്പോൾ പറഞ്ഞതായ ഒരു വാക്ക് എടുത്തു പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ യെരുശലേമിൽ കാത്തിരിക്കണം, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കുവോളം കാത്തിരിക്കണം. അതിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം പ്രാപിക്കുവോളം അത് ഇൻലെറ്റായിട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് കടന്നു വരണം. ആ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ബലം പ്രാപിച്ച് ശക്തി പ്രാപിച്ചിട്ട് എന്നിട്ട് വേണം നിങ്ങൾ സുവിശേഷവുമായിട്ട് കടന്നു പോകുവാൻ എന്നാണ് അവിടെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യം വളരെ ശക്തിയോടുകൂടെ അവനെ സേവിക്കുന്നതായ ശിഷ്യന്മാർക്കും അവനിൽ വിശ്വസിക്കുന്നതായ തൻ്റെ മക്കൾക്കും
തങ്ങളുടെ ശരീരങ്ങളിലേക്ക് ഉള്ളിലേക്ക് വളരെ ശക്തിയോടുകൂടെ പരിശുദ്ധാത്മാവ് കടന്നു വന്നതിന് ശേഷം ആ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെയാണ് നമ്മൾ വെളിയിലേക്ക് പോയി ശുശ്രൂഷ ചെയ്യേണ്ടത്, സാക്ഷ്യം വഹിക്കേണ്ടത്. അവിടെയാണ് പ്രവർത്തനങ്ങൾ കാണുന്നത്, അവിടെയാണ് ഫലങ്ങൾ കാണുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടാതെ സഭ പണിയുന്നത് അസാധ്യമാണ്. അപ്പോൾ ഈ അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അത് എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനും ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് പ്രാപിക്കുവാനും ഉള്ളതായ ഉത്സാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ വേണം നമ്മൾ മുൻപോട്ട് പോകുവാൻ. എന്നാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് ചോദിച്ചാൽ, വേദപണ്ഡിതന്മാർ പറയുന്നത് AD 62 ആയിരിക്കണം എഴുതിയത് എന്നാണ്. കാരണം AD 75 ദേവാലയം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ റോമാക്കാർ ആ കാര്യം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഒരു എഴുത്തുകാരനെന്ന നിലയിൽ അതിന് മുമ്പായിട്ടായിരിക്കണം ഇതെഴുതിയത്. അതിന് മുമ്പുള്ളതായ ക്രിസ്തീയ പീഡകളും വളരെയധികമായിട്ടുണ്ടായിരുന്നു. അതും ഈ പുസ്തകത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ലാത്തതിനാൽ ഏകദേശം 62 AD ആണ് ഈ പുസ്തകം എഴുതിയത് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും നേരത്തെ പറഞ്ഞതുപോലെ ലൂക്കോസ് യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാൾ അല്ലായിരുന്നു. എന്നാൽ പത്രോസിനോട് വളരെ ബന്ധമുണ്ടായിരുന്നതിനാൽ യേശുവിൻ്റെ എല്ലാ കാര്യങ്ങളും പത്രോസ് എഴുതുന്നതിന് പകരമായിട്ട് തന്നിൽ നിന്നും താൻ എല്ലാം പകർത്തി എഴുതി അത് സൂക്ഷിച്ചു വച്ചിരുന്നു. തക്ക സമയത്ത് അത് ബുക്കാക്കി മാറ്റുവാനായിട്ട് ലൂക്കോസിന് സാധിച്ചു. പ്രത്യേകാൽ താൻ റോമിലേക്ക് കടന്നുപോയപ്പോൾ തിയോഫിലോസ് എന്ന് പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥനായി സേവനം ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി എഴുതി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പ്രൈസ് ഗോഡ്. അതുപോലെ തന്നെ പൗലോസിൻ്റെ കൂട്ടുവേലക്കാരനായിട്ട് ഈ ലൂക്കോസിനെ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. റോമിൽ ഒക്കെ ഒടുവിലത്തെ നാളുകളിൽ തന്നോടൊപ്പം മിഷണറി വർക്ക് ചെയ്യുവാൻ വേണ്ടി കടന്നു പോവുകയും തന്നെ ശുശ്രൂഷിക്കുകയും ചെയ്തു എന്ന് പുസ്തകത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് ശാരീരികമായ വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ ഉള്ളതായ ഒരു ആളായിരുന്നു. എന്നാൽ തൻ്റെ ശുശ്രൂഷയിൽ സഹായിക്കേണ്ടതിന് വേണ്ടി ദൈവം തക്ക സമയത്ത് ഈ ഡോക്ടർ ലൂക്കിനെ പൗലോസിന് വേണ്ടി കരുതി എന്ന് ചിന്തിക്കുന്നതിലും തെറ്റ് ഇല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇനിയും ഈ പുസ്തകത്തിലെ സബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് സുവിശേഷത്തിൽ താൻ യേശുവിനെക്കുറിച്ച് എഴുതി. എന്നാൽ അതിന് ശേഷമായിട്ട് ആ പുസ്തകത്തോട് അനുബന്ധിച്ച് ബന്ധപ്പെടുത്തിയിട്ട് ബുക്ക് ഓഫ് ആക്ട്സിൽ സഭയുടെ വളർച്ചയും ആരംഭത്തെയും കുറിച്ച് താൻ എഴുതിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ പുസ്തകം പഠിക്കുമ്പോൾ 40 ദിവസം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർക്കൊക്കെ പലർക്കും പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു കൊടുത്തതായിട്ട് നമ്മൾക്ക് ഈ ബൈബിളിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ആക്ട്സ് 1-ന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആണ് ഈ കാര്യം നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും തമ്മിൽ കണക്റ്റ് ചെയ്തിട്ട് അങ്ങനെ എഴുതുന്നതായ ആ കാര്യമാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 40 നാളോളം തൻ്റെ ശിഷ്യന്മാർക്കും പലർക്കും പ്രത്യക്ഷനായി താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതായ കാര്യം എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുത്തു, തെളിയിച്ചു കൊടുത്തു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്.
എവിടെയാണ് ഈ ബുക്ക് ഓഫ് ആക്ട്സ് അല്ലെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ ആരംഭിക്കുന്നത്? അത് യെരുശലേമിലാണ് എന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം അവസാനിക്കുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, അതിനുവേണ്ടി കാത്തിരിക്കണം എന്നുള്ളതായ ആ പ്രോമിസോട് കൂടെയാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ചരിത്രം അവിടെ എഴുതി അവസാനിപ്പിക്കുന്നത്. എന്നാൽ ആ ലൂക്കോസ് തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ എഴുതുമ്പോൾ ആദ്യം തന്നെ താൻ കണക്റ്റ് ചെയ്യുന്നത് സ്വർഗത്തിൽ നിന്നും ഉയരത്തിൽ നിന്നും വരുന്നതായ ആ ദൈവശക്തി, ആത്മശക്തി, ഡുനാമിസ് പവർ എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മശക്തിയുടെ ആരംഭത്തെ എടുത്തു കാണിച്ചുകൊണ്ടാണ് സഭയുടെ ആരംഭമായിട്ട് താൻ ഇവിടെ കാണിക്കുന്നത്. പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷകൾ അവിടെ നിവർത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീണ്ടെടുപ്പിൻ്റെ വർക്ക് അവിടെ നിവർത്തിച്ചു. താൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു, മനുഷ്യരാശിയുടെ പാപങ്ങളെ തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് ആ ക്രൂശിൽ മരിച്ചു. അതിനുശേഷമായിട്ട് ഈ കാര്യങ്ങൾ ഒക്കെ ദൈവജനങ്ങൾക്ക്, ശിഷ്യന്മാർക്കും മനസ്സിലാക്കി കൊടുത്തു. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പ്രസംഗിച്ച് മനസ്സിലാക്കി അവരെ ഈ വീണ്ടെടുപ്പിലേക്ക് നടത്തണം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ചെയ്യേണ്ടതായ ആ ശുശ്രൂഷ അവിടെ അവസാനിച്ചു. ആ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം, നിവർത്തിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു എന്നാണ് നമ്മൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. എന്നാൽ വീണ്ടും ഒരു അൺഫിനിഷ്ഡ് വർക്ക് ഏൽപ്പിച്ചിട്ടാണ് യേശു തൻ്റെ ശിഷ്യന്മാരെ ഈ ലോകത്തിൽ ആക്കിയിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കണം. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോഴാണ് യേശു ക്രിസ്തു ഈ ഫിനിഷ് ചെയ്തിരിക്കുന്നതായ ഈ റിഡംഷൻ വർക്കിനെ കുറിച്ച് നിങ്ങൾ ആ ശക്തിയോടുകൂടെ പ്രസംഗിക്കണം. ആ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ജനങ്ങൾക്കും ഈ ആത്മാവ് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ ജനങ്ങൾ സഭയിലേക്ക് കടന്നു വരും. അതാണ് പ്രോസസ്സ്. അപ്പോൾ പുതിയ നിയമത്തിൽ ഒരു അൺഫിനിഷ്ഡ് ടാസ്ക് ഉണ്ടായിരുന്നു, അൺഫിനിഷ്ഡ് വർക്കുണ്ടായിരുന്നു. അത് പ്രീച്ച് ദ ഗോസ്പൽ അല്ലെങ്കിൽ സഭയുടെ പണി തുടങ്ങുക എന്നുള്ളതാണ്. എന്നുവരെയാണ് ആ സഭയുടെ പണി കണ്ടിന്യൂ ചെയ്തതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയതുപോലെ, അല്ലെങ്കിൽ ശിഷ്യൻ ദൂതൻ വിളിച്ചു പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ടുപോയതായ ഈ യേശു താൻ മടങ്ങിപ്പോയതുപോലെ തന്നെ രണ്ടാമതും തിരികെ വരും, വീണ്ടും തിരികെ വരും. അപ്പോൾ സഭയുടെ പണിയെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു വീണ്ടും ഈ ലോകത്തിലേക്ക് വരുന്നതായ ആ സമയം വരെയാണ്. അതൊരു അൺഫിനിഷ്ഡ് ടാസ്ക്കായിട്ട് എന്നെയും നിന്നെയും ശിഷ്യന്മാരെയും ലോകത്തിലുള്ളതായ ദൈവമക്കളെയും ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യമാണ്. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വളർച്ച വേണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മശക്തി പ്രാപിച്ചിട്ടില്ല എങ്കിൽ അതിനുവേണ്ടി ദാഹിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം, അതിനുവേണ്ടി കാത്തിരിക്കണം. കർത്താവെ, എന്നെ അതിനാൽ നിറയ്ക്കണമേ എന്ന് പറയണം. ആ ശക്തിയോടുകൂടെ വേണം നമ്മൾക്ക് മുൻപോട്ട് കർത്താവിൻ്റെ സാക്ഷികളായി നിൽപ്പാനും ഈ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതായ സഭയുടെ പണിയിൽ ഏർപ്പെട്ടുകൊണ്ട് കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും. നമ്മളുടെ പണി എങ്ങനെയോ അതനുസരിച്ചാണ് നമ്മൾ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾക്ക് പ്രതിഫലം ലഭിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ
പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ അതൊരു ഇൻലെറ്റായിട്ട് വരുന്നു, ഇൻസൈഡിലേക്ക് വരുന്നു. എന്നാൽ ആ ശക്തിയോടുകൂടെ സുവിശേഷം വിളിച്ചറിയിക്കുമ്പോൾ ഒരു ഔട്ട്ലെറ്റായിട്ട് മാറുന്നു. അപ്പോൾ ഒരു ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് വർക്കാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് നമ്മളുടെ ജീവിതത്തോടനുബന്ധിച്ച് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും ഈ കർത്താവ് രണ്ടാമതും വരും എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ പോയതുപോലെ വീണ്ടും വരും എന്ന് പറയുമ്പോൾ ഈ രണ്ട് വരവിനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മളുടെ ഹൃദയത്തിൽ ഓർത്തിരിക്കണം. യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് സ്വർഗമോടികളെ വിട്ട് മനുഷ്യവേഷം എടുത്തുകൊണ്ട് ഏറ്റവും താണ നിലയിൽ ഒരു ദാസനായിട്ടാണ് യേശു ഒന്നാമത്തെ വരവിൽ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അവൻ ഒരു മനുഷ്യനായി വന്നു. എന്തുകൊണ്ടും മനുഷ്യനായി വന്നു എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട്. മനുഷ്യനായി വന്നുവെങ്കിൽ മാത്രമേ അവന് മരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മനുഷ്യരക്തം, പാപമില്ലാത്ത രക്തം ചിന്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം മനുഷ്യവേഷമെടുത്ത് മനുഷ്യനായി വന്നത്, മനുഷ്യരുടെ വീണ്ടെടുപ്പ് നിവർത്തിപ്പാൻ. ആ യാഗത്തിൻ്റെ എല്ലാം ഒടുവിലായിട്ട് പെർഫെക്റ്റ് സാക്രിഫൈസ് നിവർത്തിപ്പാൻ താൻ മനുഷ്യനായി വന്നു. അല്ലാതെ ഒരു അവതാരം എടുത്ത് മറ്റുള്ള ദേവന്മാരെ പോലെ വന്നുവെന്ന് നാം ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളുടെ ദൈവം വീണ്ടെടുപ്പ് ജനങ്ങൾക്ക് നൽകുവാൻ വേണ്ടിയാണ് മനുഷ്യനായി വന്നത്. തൻ്റെ രക്തം ചൊരിയുവാൻ വേണ്ടിയാണ് വന്നത്, മനുഷ്യനായിട്ട് വന്നു. എന്നാൽ അടുത്തായിട്ട് വരുന്നത് അവൻ മനുഷ്യനായിട്ടല്ല വരുന്നത്. അവൻ ഉയർത്തെഴുന്നേറ്റ് ശരീരം പ്രാപിച്ച് ആ ഒരു രാജാവായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ന്യായാധിപനായിട്ടാണ് അടുത്ത വരവിൽ നമ്മൾ യേശുവിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ വരവിൽ കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നു എന്ന് നമ്മൾ ഓർക്കുമ്പോൾ, ആ കൃപ കൊണ്ടാണ് അർഹതയില്ലായിരുന്ന നമ്മളെയൊക്കെ ഈ സഭയിലേക്ക് വിളിച്ചു ചേർക്കുന്നത്, തൻ്റെ മക്കളായിട്ട് വിളിച്ചു ചേർക്കുന്നത്, ആ സ്വർഗീയ പിതാവിൻ്റെ മക്കളായിട്ട് വിളിച്ചു ചേർക്കുന്നത്, അല്ലെങ്കിൽ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളെയും നമ്മൾക്ക് തരുവാൻ വേണ്ടി ആ കൃപാസനത്തോളം അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം ആ കൃപ പകർന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് ഈ പ്രിവിലേജ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിലുള്ളവർക്ക് ആ ഒരു പ്രിവിലേജ് ഇല്ലായിരുന്നു. ഇത് വിശ്വാസത്താൽ മാത്രമാണ്. പുണ്യപ്രവർത്തികൾ ചെയ്ത് വിലയ്ക്ക് വാക്കുവാൻ ആർക്കും സാധ്യമാകയില്ല എന്നുള്ളതാണ് ഈ രക്ഷയുടെ പ്രത്യേകത എന്ന് നമ്മൾ ഇതിൽ വിശ്വസിക്കുന്നവർക്കും വചനം പഠിക്കുന്നവർക്കും ഇത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്, സ്തോത്രം. അപ്പോൾ അടുത്ത വരവിൽ താൻ അധികാരിയായിട്ട് വരുന്നു, അധികാരത്തോടു കൂടെ വരുന്നു, ജഡ്ജായിട്ട് വരുന്നു. അപ്പോൾ പാപികളെ ശിക്ഷിക്കുവാൻ, അല്ലെങ്കിൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ സ്വർഗത്തിലേക്ക് ചേർക്കുവാൻ, തനിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതായ സാത്താനെയും കൂട്ടരെയും തീപ്പയിലേക്ക് തള്ളിക്കളയുവാനാണ് അന്ന് വരുന്നത്. എന്നാൽ അതിനു മുമ്പായിട്ട് ഈ കൃപയുടെ വചനം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കണം എന്നുള്ളതാണ് കർത്താവിൻ്റെ ആഗ്രഹം. ഈ അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ 120 പേരെ കൊണ്ടാണ് ഈ സഭ ആരംഭിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 120 പേര് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കർത്താവ് അയക്കുന്നു. ആ ബലത്തോടുകൂടെ അവർ സഭയുടെ ഉദ്ദേശം മനസ്സിലാക്കുന്നു. അവിടെ ഉണ്ടായിരുന്നതായ ശിഷ്യന്മാരുടെ നേതാവായിരുന്നതായ പത്രോസ് എഴുന്നേറ്റ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് സഭയുടെ ആദ്യത്തെ പ്രസംഗം പെന്തക്കോസ്ത് നാളിൽ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ സഭ തന്നെയാണ് ഇന്നും നമ്മളിൽ കൂടി പണിതുകൊണ്ടിരിക്കുന്നത്, നമ്മളുടെ ഇടയിൽ പണിതുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
സഭയുടെ ഒറിജിൻ എന്ന് പറയുമ്പോൾ, അതിൻ്റെ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ, മറ്റ് പല കഥകളെക്കാളും കെട്ടുകഥകളെക്കാളും വാലിഡിറ്റി കൊടുക്കേണ്ടത്, അതിന് നമ്മൾ വില കൊടുക്കേണ്ടത് വചനത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നു. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഭയുടെ ആരംഭം. അതിൻ്റെ വിവിധങ്ങളായ സ്റ്റേജുകൾ നമ്മൾക്ക് ഇതിനകത്ത് ഈ പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. അപ്പോൾ പഴയ നിയമത്തിൽ അതുവരെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലൊക്കെ ഒടുവിൽ വരെ യേശു പ്രസംഗിച്ചു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മളാണ് പ്രസംഗിക്കുന്നത്, നമ്മളാണ് സാക്ഷീകരിക്കേണ്ടത്. നമ്മളുടെ ചുറ്റുപാടും യേശുവിനെക്കുറിച്ച് അറിയാത്തവരോട് നമ്മളുടെ സാക്ഷ്യം പറയണം. അവൻ നമ്മെ രക്ഷിക്കുന്നവനാണ്, അവൻ സ്വർഗത്തിൽ നിന്നും കടന്നു വന്നവനാണ്, അവൻ നമ്മൾക്ക് വേണ്ടി മരിച്ചവനാണ്, അവൻ വീണ്ടും വരുന്നവനാണ്, അവൻ രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്, അവൻ പാപികളുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനാണ്, പരിശുദ്ധാത്മാവിനെ നൽകുന്നവനാണ്. ഇതൊക്കെ നമ്മൾ മറ്റുള്ളവരോട് വിളിച്ചു പറയുകയും അനേകര് ദൈവസഭയിലേക്ക് കടന്നു വരികയും ചെയ്യണം എന്നുള്ളതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾക്ക് പല കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകതയായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഈ ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തിയിൽ എല്ലാത്തിൻ്റെയും ആരംഭമായിട്ട് പല കാര്യങ്ങളും നമ്മൾക്ക് അവിടെ എടുത്തു പറയുവാനായിട്ടും കാണുവാനായിട്ടും പഠിക്കുവാനായിട്ടും സാധിക്കും. എല്ലാത്തിൻ്റെയും ആരംഭം അവിടെ ആരംഭിക്കുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ. എന്നാൽ ഈ പുതിയ നിയമത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾക്ക് ഇവിടെയും ഈ സഭയുടെ ചില പ്രത്യേകതകൾ ആരംഭിക്കുന്നത് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. യേശു പറഞ്ഞതായ കാര്യങ്ങൾ അനുസരിച്ച് ആ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടുകൂടെ മുൻപോട്ട് പോകുമ്പോൾ ഓരോരോ സാഹചര്യങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നതായ കാര്യങ്ങൾ ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നാച്ചുറലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. യേശുവിൻ്റെ സഭയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് സഭയാണ്, എന്താണ് അതിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ വരാൻ കാര്യം എന്താണ്, മനുഷ്യർ തെറ്റിപ്പോകുന്നതിനുള്ള കാരണം എന്താണ്, ഈ അവിടെയുള്ളതായ ഇലക്ഷനും കാര്യങ്ങളും നേതാക്കന്മാരുടെയൊക്കെ ആവശ്യം എന്താണ്, ഇങ്ങനെയുള്ളതായ ചിന്താഗതികളൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഈ ആദ്യത്തെ സഭയുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ അത് യെരുശലേമിൽ ആണ് ആരംഭിക്കുന്നത്. അത് പ്രസംഗിച്ച് അങ്ങ് റോമിൽ വരെ എത്തിയതായിട്ട് നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ പൗലോസാണ് ഒടുവിലായിട്ട് റോമിൽ സുവിശേഷത്തിന് വേണ്ടി അവിടെ പോകുന്നു. അവിടെയുള്ള സഭകളിലൊക്കെ പ്രസംഗിക്കുന്നു. ഒടുവിൽ രക്തസാക്ഷിയായിട്ട് മരിക്കുന്നതായ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്നതായ കാര്യമാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ പുതിയ നിയമത്തിൽ ഒരു പെർഫെക്റ്റ് ചർച്ച ആയിരുന്നോ എന്ന് നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ പെർഫെക്റ്റ് ചർച്ച ആയിരുന്നില്ല എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സഭയിലേക്ക് കടന്നു വരുന്ന എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അല്ലാത്തവരെയാണ്, പാപികളായിരുന്നവരെയാണ് സഭയിലേക്ക് ചേർത്തത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഓരോ ദിവസവും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട്, ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട്, തെറ്റുകളെ പരിഹരിച്ചുകൊണ്ട്, ദൈവത്തോടും മനുഷ്യരോടും ബന്ധം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്നതായ ആളുകളാണ് കർത്താവിൻ്റെ സഭയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് യേശു ക്രിസ്തു തൻ്റെ രാജ്യത്തിൻ്റെ പ്രജകളെയൊക്കെ പഠിപ്പിച്ചതായ കാര്യങ്ങൾ. സുവിശേഷങ്ങളിൽ അതൊക്കെ വ്യക്തമായിട്ട് കാണുന്നു. എന്നാൽ സഭ ഉടലെടുത്തതിനു ശേഷമായിട്ട് നമ്മൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ ഒരു പ്രെയർ മീറ്റിംഗ് അവിടെ ഹെൽഡ് ചെയ്തതായിട്ട് കാണുന്നു. എന്ന് പറഞ്ഞാൽ യേശു പോയതിന് ശേഷമായിട്ട് ശിഷ്യന്മാർ തന്നെയൊക്കെ കൂടി
ഇരുന്ന് പ്രാർത്ഥിച്ചതായ ഒരു പ്രാർത്ഥനാ യോഗം നമ്മൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് മുമ്പൊക്കെ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നതായ പ്രാർത്ഥനയെന്ന് പറയുന്നത് അതൊക്കെ വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. യേശു പ്രാർത്ഥിപ്പാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആവശ്യങ്ങളൊക്കെ യേശു നിവർത്തിച്ചു കൊടുക്കുന്നുണ്ട്. തെറ്റുകളോ അല്ലെങ്കിൽ സംശയങ്ങളോ ചോദിക്കുമ്പോൾ യേശു അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവർ പ്രാർത്ഥനാ വിഷയമായിട്ട് വന്നു കഴിഞ്ഞാൽ യേശു അവിടെ പ്രവർത്തിച്ച് അവിടെ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങൾ കാണാം. എന്നാൽ യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമായിട്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശിഷ്യന്മാരും 120 പേർ കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരനുഭവം തനിയെ. യേശുവിൻ്റെ സാന്നിധ്യം ആൾ രൂപത്തിൽ അവിടെ ഇല്ല എങ്കിൽ തന്നെയും അവർ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ മരണത്തിലും അടക്കത്തിലും പുനരുത്ഥാനത്തിലും വിശ്വസിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിന് വേണ്ടി കാംക്ഷിച്ചുകൊണ്ട് അവർ പ്രാർത്ഥന ആരംഭിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവർത്തികളിലെ ഒരു പ്രധാനമായ കാര്യമാണ്. പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നതായ കാര്യമാണ്. 1:14 120 പേർ കൂടി ഒന്നിച്ച് പ്രാർത്ഥിച്ചതായിട്ട് കാണുന്നു. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ വ്യാപരിച്ചത്. ഇനിയും അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവരുടെ നാവിൽ അത് പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ സംസാരിച്ചു തുടങ്ങി, അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്നുള്ളത് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും പലർക്കും ഇന്നും പുച്ഛമായിട്ടുള്ളതായ ഒരു കാര്യമാണ് അന്യഭാഷയെന്ന് പറയുന്നത്. എന്തോ പഠിച്ചതായ ഭാഷ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരുന്നതാണോ എന്നുള്ളതായ ചിന്തയും സംശയവുമൊക്കെ പലർക്കുമുണ്ട്. എന്നാൽ ആർക്കും മനസ്സിലാകാത്തതായ ഒരു ഭാഷയായിരിക്കാം അന്യഭാഷയെന്ന് പറയുന്നത്. എന്നാൽ അന്ന് ഒരു ഉദ്ഘാടനത്തിൻ്റെ ദിവസമായിരുന്നു. ആദ്യമായിട്ട് അന്യഭാഷയിൽ അവിടേക്ക് വന്നപ്പോൾ പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ അത് മനസ്സിലായി എന്ന് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ചിലരുടെ ചോദ്യം അവിടെ അന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ, എന്തുകൊണ്ടാണ് ഇപ്പോൾ അന്യഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്തത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്നെ തൻ്റെ ലേഖനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, അന്യഭാഷ സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അത് വ്യാഖ്യാനിക്കുമ്പോൾ ഒരു വാക്യത്തിൽ തന്നെ നിൽക്കാതെ അത് മറ്റ് സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ്, അതിനാണ് എക്സജീസിസ് എന്ന് പറയുന്നത്. മറ്റ് ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു, ഫസ്റ്റ് മെൻഷൻ എന്ന് പറയുമ്പോൾ അതൊരു ലോയാണ്. വേദപുസ്തകത്തിൽ എവിടെയാണ് ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് ആ രീതിയിൽ പഠിക്കുമ്പോൾ നമ്മളുടെ സംശയങ്ങളൊക്കെ മാറി ശരിയായ രീതിയിൽ ദൈവത്തെ വിശ്വസിപ്പാനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾക്ക് പ്രാപിപ്പാനായിട്ടും ഇടയായിത്തീരും. പ്രൈസ് ഗോഡ്. രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോസ്തലനായ പീറ്റർ അല്ലെങ്കിൽ പത്രോസ് ഒരു പബ്ലിക് സ്പീക്കറായിട്ട് ആദ്യം ഇങ്ങനെ മുൻപോട്ട് വരുന്നു. ആദ്യം പുതിയ നിയമസഭയിലെ ഒരു പബ്ലിക് സ്പീക്കറായിട്ട് ഇതാ പീറ്റർ വരുന്നു. യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുന്നത് പത്രോസാണ്. ഈവൻ യഹൂദ ജനങ്ങൾക്ക് പോലും വളരെ നിശ്ചയം ഇല്ലാതിരുന്നതായ കാര്യമാണ്, സഹോദരന്മാരെ, രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതായ ചോദ്യം. ഈ പത്രോസാണ് ആത്മാവിൽ നിറയപ്പെട്ടവനായിട്ട് ബുദ്ധിയിലും പരിജ്ഞാനത്തിലും ഒക്കെ പുറകിൽ നിന്നിരുന്നായ ഒരു മുക്കുവനായിരുന്നവനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അഭിഷേകം ചെയ്ത് പബ്ലിക്കിൻ്റെ മുൻപിൽ നിർത്തുവാനും 3000 പേരെ അന്ന് രക്ഷിക്കപ്പെട്ട് സഭയിലേക്ക് ചേർക്കുവാനും ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും വിവേകവും ധൈര്യവും ആത്മശക്തിയും പകർന്നു കൊടുത്തുവെങ്കിൽ അങ്ങനെയുള്ളതായ പ്രസംഗങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കണം, ആഹ്വാനം ചെയ്യണം,
പരിശുദ്ധാത്മ നിറവോടുകൂടിയുള്ളതായ പ്രസംഗങ്ങൾ ചെയ്യുമ്പോഴാണ് ജനങ്ങൾ മാനസാന്തരപ്പെടുന്നത്, ജനങ്ങൾ പാപബോധമുള്ളവരായി തീരുന്നത്, ജനങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുന്നത്. യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിനെ അവർ അഭിനന്ദിക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് കാണാം. അതുപോലെ ഇപ്പോൾ ഒരു ഇൻട്രഡക്ഷൻ എന്ന നിലയിലാണ് നമ്മളുടെ ഈ ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ അധ്യായങ്ങളിൽ കൂടെ നമ്മൾ ഒരു സ്പീഡ് റീഡിംഗ് ആയിട്ട് പോകുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തായിട്ട് മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ, ഫസ്റ്റ് സിൻ എന്ന് പറയുന്നത് പരസ്യമായിട്ട് ക്രിസ്തീയ സഭയിൽ ഒരു വലിയ സിൻ ചെയ്തിട്ട് രണ്ടുപേരവിടെ മരണത്തിന് അധീനരായിത്തീരുന്നു എന്ന് ഓർക്കുമ്പോൾ ഒരു വലിയ ഭയം ജനങ്ങൾക്കെല്ലാം ഉണ്ടായി. അത് ആരുടെ കാര്യമാണ്? അനന്യാസിൻ്റെയും സപ്പീറയുടെയും കാര്യമാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ അവരും വിശുദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിശുദ്ധന്മാരുടെ മുൻപന്തിയിൽ സ്ഥാനം ലഭിക്കുവാൻ വേണ്ടി അവരുടെ വസ്തുക്കളൊക്കെ വിറ്റിട്ട് ഇതെല്ലാം ഞാൻ ദൈവസഭയ്ക്ക് വേണ്ടി തരുന്നു, ദൈവവേലയ്ക്ക് വേണ്ടി തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധിയോടുകൂടെ വരുന്നു എന്നുള്ളതായ അഭിനയത്തിൽ അവർ വരികയും, എന്നാൽ ആരും അറിയാതെ ആ വിഹിതത്തിൽ നിന്നും ഒരു ഭാഗം മാറ്റിവെച്ചിരിക്കുന്നത് നിഗൂഢത ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഈ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്ന് ഇത് കാൽക്കൽ വെച്ചു. എന്നാൽ അനുഗ്രഹത്തിന് പകരം അവിടെ ശാപമാണ് ഉണ്ടാകുന്നത്. കാരണം എന്താണ്? അവർ തന്നെ പറയുന്നുണ്ട്, അനന്യാസെ അല്ലെങ്കിൽ സഫീറയെ, ഇത് മുമ്പ് നിൻ്റേതായിരുന്നു, ഇതെല്ലാം ഇപ്പോഴും നിൻ്റേതാണ്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിനക്ക് ഇത്രമാത്രം ധൈര്യം വന്നുവോ എന്നുള്ളതായ ഒരു ചോദ്യമാണ്. എന്നിട്ട് അവർ മരിച്ചു വീണുന്നു. വളരെ ഭീകരമായ ഒരവസ്ഥ, ഭയപ്പെടുന്ന അവസ്ഥ. നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ആദ്യ സഭയിൽ ഇതുപോലെ ഒരു കള്ളത്തരം കാണിച്ചപ്പോൾ അവർ മരിച്ചു വീണു, ദൈവിക ശിക്ഷ അവിടേക്ക് വന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് ദൈവിക ശിക്ഷ വരുന്നില്ല എന്നുള്ളതായ കാര്യം. പ്രിയപ്പെട്ടവരെ, ദൈവിക ശിക്ഷയെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ക്ഷമ കൂടുതലായിട്ട് ജനങ്ങളെ കാണിക്കുന്നത് കൊണ്ടാണ് ശിക്ഷ വൈകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ പലപ്പോഴും ചോദിക്കുന്നത്, ഈ ദൈവദാസന്മാരൊക്കെ, അറിവുള്ളവർ, പ്രസംഗിക്കുന്നവരൊക്കെ പാപം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഒന്നും സംഭവിക്കാതിരിക്കുന്നത് എന്നൊക്കെ. നമ്മൾ മുമ്പ് പഠിച്ചതുപോലെ ഈ കർത്താവ് ഉടനടി ശിക്ഷ കൊടുക്കാതെ വീണ്ടും വളരെ ക്ഷമയോടുകൂടെ ഇതിനുവേണ്ടി കാത്തിരിക്കുന്നതായ അനുഭവങ്ങളാണ് പുതിയ നിയമത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പഴയ നിയമത്തിൽ നമ്മൾക്ക് കാണാനായിട്ട് കഴിയും, ദൈവജനത്തെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഉടനടി ശിക്ഷ കൊടുക്കുമായിരുന്നു. തീ കൊണ്ടോ അല്ലെങ്കിൽ സൂര്യനെ കൊണ്ടോ ചന്ദ്രനെ കൊണ്ടോ മൃഗങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്ററിനെ കൊണ്ടോ ഒക്കെ ശിക്ഷ കൽപ്പിക്കുന്നവനായ ഒരു ദൈവമായിരുന്നു പഴയ നിയമത്തിൽ എന്ന് നമുക്ക് കാണാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശിക്ഷ കർത്താവ് അത് വളരെ താമസിച്ചാണ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ പ്രസംഗങ്ങളെല്ലാം കേട്ട് തഴമ്പിച്ച് പോകുന്നവർക്ക് ശിക്ഷയുടെ ദിവസങ്ങളുണ്ട്, ന്യായവിധിയുടെ ദിവസം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരൊക്കെ പൊസിഷന് വേണ്ടി, പണത്തിനു വേണ്ടി ഒക്കെ എന്ത് അകൃത്യവും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് ഓർക്കുമ്പോൾ ഒരുപക്ഷെ പിശാച് അവരെ ആ നിലയിൽ വളർത്തുന്നു, ആ നിലയിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്നു. പിൻപോട്ട് വലിച്ചിട്ട് നിന്നില്ല എങ്കിൽ മുൻപോട്ട് തള്ളിവിടുന്നതായ അനുഭവങ്ങളാണ് ഇന്ന് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോയിൻ്റ് നമുക്ക് പറയുവാനായിട്ടുള്ളത്, ഈ പുതിയ നിയമത്തിൽ ആദ്യം തന്നെ ഒരു വലിയ പാപത്തിൻ്റെ ശിക്ഷ ദൈവം കൊടുത്തു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവികമായ ശിക്ഷ താമസിക്കുന്നുവെന്നോർത്ത് നമ്മൾ ഒരിക്കലും ദൈവവചനം അനുസരിക്കുവാനായിട്ട് താമസിക്കരുത്. ദൈവത്തിൻ്റെ ക്ഷമ
പരീക്ഷിക്കരുത്, അവൻ ന്യായാധിപനാണ്, ശിക്ഷിക്കുന്ന ദൈവമാണ് എന്നുള്ളതായ ഒരു സത്യമാണ് ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ആ സത്യം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അനന്യാസും സഫീറയും ഇങ്ങനെ വളരെ ഭയപ്പെടുത്തുന്നതായ രീതിയിൽ പെട്ടെന്ന് മരിച്ചു വീഴുന്നു. അവരെ അടക്കം ചെയ്യുന്നു. അവർ അവരുടെ തന്നതായ സ്വത്ത് മാറ്റിവെച്ചതുകൊണ്ട് ആ പാപത്തിൽ അവർ വീഴുന്നു. അതിൽ ദൈവിക കരുണ അവിടെ കണ്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുതെന്ന് പറയുമ്പോൾ ഇവിടെ മുതലിനോടോ അല്ലെങ്കിൽ പണത്തോട് വ്യാജം കാണിച്ചു എന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിനോട് ഒരു രീതിയിലും വ്യാജം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ, ഈ സത്യസുവിശേഷം നമുക്ക് മനസ്സിലാകുമ്പോൾ, പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരുമ്പോൾ, എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറരുത് ഒരിക്കലും. രണ്ടാമത്, ഈ സത്യസുവിശേഷം മകനെ മകളെ ഇങ്ങനെയാണ് പോകേണ്ടത്, ഇതാണ് പുതിയ നിയമസഭ, അതാണ് എൻ്റെ ലോയും ചട്ടവും, അങ്ങനെ നിങ്ങൾ പോകണമെന്ന് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വിളിച്ചു വരുത്തി പറയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് കള്ളം പറയരുത്. എനിക്കുടനെ പോകുവാനായിട്ട് സാധ്യമാകുകയില്ല, ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയാണ്, നീ പരിശുദ്ധാത്മയെ നിൻ്റെ സഭയുമായിട്ട് മുൻപോട്ട് പൊക്കൊള്ളുക എന്ന് ഒരിക്കലും പറയുവാൻ ഇടയായിത്തീരരുത്. അല്ല എങ്കിൽ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരുമ്പോൾ എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിലാകാത്തവരെ പോലെ നമ്മൾ ആക്ട് ചെയ്യരുത്. പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ പ്രേരണ തരുമ്പോൾ, അപ്രകാശനം തരുമ്പോൾ ആ പ്രകാശത്തിലേക്ക് പോകണം എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഷിക്കരുത്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക്, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കാനുള്ളതായ ആഗ്രഹത്തോടെ മുൻപോട്ട് പോയാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നേർവഴിയിൽ നടത്തും, നേർവഴിയിൽ എത്തിച്ചേരും, നിത്യതയിലും നേർവഴിയിൽ വേണ്ടിയ സ്ഥാനത്ത് എത്തിച്ചേരും എന്നുള്ളതാണ് ഇവിടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ഗോഡ്. ഇനിയും ചാപ്റ്റർ 7 നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ സഭയിൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു രക്തസാക്ഷിയാണ്. സ്തേഫാനോസ് എന്ന് പറയുന്നതായ രക്തസാക്ഷി ഒരൊറ്റ പ്രസംഗമേ ചെയ്തുള്ളൂ. അവിടെ താൻ ചെയ്ത പ്രസംഗം അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട്, അവരുടെ ട്രഡീഷന് എതിരായതുകൊണ്ട്, അവർ പരിചയിച്ചു പോകുന്നതായ അവരുടെ ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഒക്കെ ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട്, യേശുവിനെ പ്രസംഗിച്ചതുകൊണ്ട്, വിശ്വാസത്താലുള്ളതായ പ്രസംഗമായതുകൊണ്ട്, അവർ പഴയ നിയമത്തിൽ പ്രവൃത്തി ചെയ്ത് രക്ഷപ്പെടണമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് സ്തേഫാനോസിലൂടെ പറയുന്നു, നിങ്ങൾ ആ പ്രവൃത്തികളൊന്നും വിശ്വസിക്കേണ്ട, യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളിൽ വിശ്വസിച്ച് ആ പെർഫെക്റ്റ് സാക്രിഫൈസിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുമ്പോൾ നിങ്ങൾ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിത്തരുമെന്ന് പറഞ്ഞത് അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഒക്കെ നേർവഴിയിലാണ്, അവർ വിശ്വാസത്താലാണ് പോയിരുന്നത്, ലോ പ്രകാരമല്ല എന്ന് അവൻ്റെ പ്രസംഗത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കുമ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ സ്തേഫാനോസ് പ്രസംഗിച്ചു. എന്നാൽ ഇവിടെയുള്ളതായ പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ ഒക്കെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാതെ എറിഞ്ഞ് അവനെ കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പുതിയ നിയമത്തിലും ഇസ്രായേൽ അനുഭവിക്കുന്നതായ അല്ലെങ്കിൽ കടന്നുപോയതായ പ്രശ്നങ്ങൾ, ശിക്ഷകൾ ഒക്കെ ഗ്യാസ് ചേമ്പറിൽ വരെ ഇട്ട് അവരെ അത്രമാത്രം ശിക്ഷകൾ കൂടെ നടത്തിയതായ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ, കാരണം യേശുവിനെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അവൻ്റെ പ്രത്യേകമായ കാര്യമെന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. ചാപ്റ്റർ 8 കടന്നു വരുമ്പോൾ സഭയിൽ വലിയ പീഡയുണ്ടാകുന്നു. പീഡ
എന്തുകൊണ്ടാണ് ദൈവമക്കൾക്ക് സ്പീഡ് ഉണ്ടാകുന്നത് എന്നൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവെ പീഡയൊക്കെ മാറ്റിത്തരണമേ എന്ന്. എന്നാൽ യേശു തന്നെ പറഞ്ഞു, ഞാൻ മുൻകൂട്ടി പറയുന്നു, നിങ്ങളെ ഒരാടുകൾ എന്ന പോലെ ചെന്നായ്ക്കളുടെ നടുക്കിലേക്ക് വിടുകയാണ്. അതിൻ്റെ മധ്യത്തിൽ ധൈര്യമായിട്ട് നിൽക്കുക, സുവിശേഷം പ്രസംഗിക്കുക, ഈ മൃഗതുല്യരായ ആൾക്കാരെ രക്ഷയിലേക്ക് കൊണ്ടുവരുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം എന്ന് പറഞ്ഞുകൊണ്ട് യേശു മുൻകൂട്ടി പറഞ്ഞതാണ്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടം ഉണ്ട്. ആരെങ്കിലും ലോകത്തിൽ കഷ്ടമില്ല എന്ന് പ്രസംഗിച്ചാലോ, നിങ്ങളെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ മാത്രം പറഞ്ഞ് പ്രലോഭിച്ച് പ്രസംഗിക്കുകയോ ചെയ്താൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് അവരുടെ പോക്കറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതായ ഒരു മാർഗം മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവവചനം പഠിക്കുക, ദൈവവചനത്തെ നിങ്ങൾ ഫോളോ ചെയ്യുക. അവിടെയാണ് നമ്മളുടെ യഥാർത്ഥമായ ക്രിസ്ത്യ ജീവിതം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. 8:35 വാക്യം നമ്മൾ നോക്കുമ്പോൾ, ഇത് ചെറിയ ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഫിലിപ്പോസ് പേഴ്സണൽ ഇവാഞ്ചലിസം ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഫിലിപ്പോസ് വളരെ ദൈവഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. അവൻ വളരെ ദൂരസ്ഥലങ്ങളിലേക്ക്, മരുഭൂമികളിലേക്ക് ഒക്കെ ദൈവാത്മാവിനാൽ എടുക്കപ്പെട്ടവനായിട്ട്, നടത്തപ്പെട്ടവനായിട്ട് ഒക്കെ പോയി. ആഫ്രിക്കയിൽ നിന്നും വന്നതായ ഒരു മന്ത്രിയെപ്പോലും രക്ഷിക്കപ്പെട്ട അവിടേക്ക് സുവിശേഷം അയക്കുവാനായിട്ട് ഫിലിപ്പോസിനെ പേഴ്സണൽ ഇവാഞ്ചലിസമാണ് അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആദ്യ നൂറ്റാണ്ടിലെ സഭയിൽ ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു. 13-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഫസ്റ്റ് മിഷൻ ജേർണി അവിടെ ആരംഭിക്കുന്നു. ആദ്യം യെരുശലേമിലെ ആൾക്കാർ കൂടിക്കൊണ്ട് ഇവിടൊക്കെ മതി, ഇവിടെ ഉള്ളത് കൊണ്ട് തപ്പി നിൽക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അതല്ല, അതിനുശേഷമായിട്ട് അവിടെ നിന്നും പീഡകൾ ഉണ്ടായിട്ട് അന്ത്യോക്യയിലേക്കൊക്കെ അനേകം ആൾക്കാർ കടന്നുപോയി. അവിടെ സഭ സ്ഥാപിതമായി. അവിടെ അനേകം ജാതികൾ ആദ്യമായിട്ട് അവിടേക്ക് കടന്നു വരുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അപ്പോസ്തലനായ പൗലോസും ആ സമയങ്ങളിലേക്ക് രക്ഷിക്കപ്പെടുന്നു. ആ സമയങ്ങൾ ആകുമ്പോൾ അവിടെ നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഫസ്റ്റ് മിഷൻ ജേർണിയാണ്. അതിനു മുമ്പ് അങ്ങനൊരു മിഷൻ ജേർണി ജാതികളുടെ ഇടയിലേക്ക് നടന്നിട്ടില്ല. ഇന്നും നമ്മൾ സഭകളായിട്ട് നോക്കുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ മിഷൻ ജേർണികൾ നടത്തി യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തതായ സ്ഥലങ്ങളിൽ ഒക്കെ പോയി യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. ആദ്യത്തെ സഭയിൽ അത് ഉണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഒരു പാറ്റേണാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഇവാഞ്ചലിസം അല്ലെങ്കിൽ പേഴ്സണൽ ഇവാഞ്ചലിസം എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റായിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. അപ്പോൾ ഫസ്റ്റ് മിഷൻ ജേർണി എന്ന് പറയുമ്പോൾ സെലൂക്കിയ, കുപ്രോസ് മുതലായ സ്ഥലങ്ങളിലേക്ക് ശൗലും ബർന്നബാസും പോകുന്നു. അന്ത്യോക്യ സഭ അവരെ അവിടെ അയക്കുന്നു. ആദ്യത്തെ ജാതീയ സഭയെന്ന് പറയുന്നത് 11:20 നമ്മൾ കാണുന്നു. അന്ത്യോക്യ എന്ന് പറയുന്നതായ ആ ദേശത്ത് ഉണ്ടായതായ വലിയ സഭയാണ്. യെരുശലേം എന്ന് പറയുന്നതാണ് ക്യാപിറ്റലായിട്ടുള്ളതായ ഈ ക്രിസ്തീയ സഭയുടെ അതിൻ്റെ ആദ്യം അവിടെ ഉണ്ടായതായ ആ പട്ടണമെന്ന് പറയുന്നത് യെരുശലേമാണ്. യെരുശലേം ദേവാലയമാണ്. എന്നാൽ അതൊക്കെ ആ ട്രഡീഷനും പിടിച്ചുകൊണ്ട് അവർ അവിടെ ഇരുന്നത് കൊണ്ട് പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും പരീശന്മാരെയും എല്ലാം ഞങ്ങളുടെ കയ്യിൽ കൂടെയാണ് പോകുന്നത്, ഞങ്ങൾക്കാണ് ദൈവം ആ കൽപ്പന തന്നിരിക്കുന്നത്, അധികാരം തന്നിരിക്കുന്നതുകൊണ്ട് അവർ അങ്ങനെ പിടിച്ചുകൊണ്ട് പോയെന്നാൽ യേശുവിൻ്റെ വാക്ക് കേൾക്കാതെ യേശുവിനെ ക്രൂശിച്ചത് കൊണ്ട് എന്ത് പറ്റി? അവരുടെ ദേവാലയമായ ആ യെരുശലേം ദേവാലയം വിട്ടിട്ട് അന്ത്യോക്യയിലേക്ക് സ്ഥലം മാറുകയാണ്. അവിടെ ഇതാ ജാതികൾ ഒക്കെ കടന്നു വരുന്നു, യേശുവിനെ സ്വീകരിക്കുന്നു. അവിടെ ഒരു വലിയ സഭയുണ്ടാകുന്നു. ജാതികൾക്ക് വേണ്ടി സുവിശേഷം അറിയിക്കുവാൻ ജനങ്ങളെ അവിടെ വിടുന്നതായിട്ട് കാണുന്നു. ഇനിയും 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ സഭയുടെ മറ്റൊരു ലെവലിലേക്ക് കടന്നു വരികയാണ്. അവിടെ പലവിധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത്രമാത്രം ജാതികളൊക്കെ വന്നപ്പോൾ അവരൊക്കെ പല രീതികളിൽ ജീവിച്ചവരാണ്. അവരുടെ ആരാധനകളൊക്കെ വ്യത്യസ്തമായിരുന്നു, ബലികളൊക്കെ വ്യത്യസ്തമായിരുന്നു. മലകളിലും മരങ്ങളുടെ ചുവട്ടിലുകളും ദേവന്മാരെയും
മൃഗങ്ങളെയൊക്കെ ആരാധിച്ചവർ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ, ക്രിസ്ത്യാനികളായി തീർന്നപ്പോൾ, അവരുടെ ആ ബിഹേവിയേഴ്സിന്, അവരുടെ ആഹാര രീതിക്ക്, അവരുടെ സംസാര രീതിക്ക്, താമസ സൗകര്യങ്ങൾക്ക് ഒക്കെ വലിയ വ്യത്യാസം യഹൂദന്മാരിൽ നിന്നും കണ്ടതിനാൽ അവിടെ ഒരു കൗൺസിൽ മീറ്റിംഗ് അവിടെ തുടങ്ങുന്നതായിട്ട് കാണുന്നു. അപ്പോൾ പത്രോസും തങ്ങളോട് ചേർന്നുള്ളതായ നേതാക്കന്മാരൊക്കെ കൂടി വരുന്നു. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുകയും അതൊന്നുകൂടെ അനലൈസ് ചെയ്തിട്ട് യഹൂദന്മാർ മാത്രമല്ല ജാതികൾക്കും ഇവിടേക്ക് കടന്നതിനുള്ളതായ അവകാശം കൊടുക്കണം. അവരുടെ മേൽ വലിയ ഭാരം അവരുടെ മുതുകിൽ എടുത്തു വെക്കരുത്, തോളിൽ എടുത്തു വെക്കരുത്. അവരെ ക്രിസ്തീയ സഭകളിലേക്ക് വെൽക്കം ചെയ്യണം. യേശുവിൻ കൂടെയുള്ളതായ സത്യസുവിശേഷം അവർ മനസ്സിലാക്കണം. രക്ഷയുടെ സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അനുഭവിച്ച് അങ്ങനെ മുൻപോട്ട് പോകുവാനായിട്ട് അവർക്ക് ഇടയാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ അവർ പല തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതായിട്ട് കാണുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെയുള്ളതായ കൗൺസിൽ മീറ്റിങ്ങൊക്കെ മുന്നോട്ട് പോവുകയും അതൊക്കെ പല രീതിയിൽ ഇന്നത്തെ കാലത്ത് ഒത്തിരി ഇലക്ഷനായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിട്ട് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് മിഷൻ മീറ്റിംഗ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ മിഷൻസിൻ്റെ ആരംഭമാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് മിഷൻ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഈ അപ്പോസ്തലനായ പൗലോസും അതുപോലെ തന്നെ ബർന്നബാസും ജോൺ മാർക്കും ഒക്കെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് പോയിട്ട് അവർ വീണ്ടും ഇവിടേക്ക് കടന്ന് അവിടുത്തെ റിസൾട്ട് പറയുന്നു, അവിടുത്തെ ജനങ്ങളുടെ കാര്യം പറയുന്നു, അവരുടെ രീതികൾ പറയുന്നു, എത്ര പേര് മാനസാന്തരപ്പെടുന്നു, രക്ഷിക്കപ്പെടുന്നു, സഭ ഉടലെടുക്കുന്നു. അവിടേക്ക് വീണ്ടും ആൾക്കാരെ അയച്ച് വചനത്തിൽ അവരെ ബലപ്പെടുത്തണം, പരിശുദ്ധാത്മ ശക്തിയാൽ അവരെ നിറച്ച് മുൻപോട്ട് പോകാനായിട്ട് ധൈര്യപ്പെടുത്തണം എന്നുള്ളതായ കാര്യങ്ങളൊക്കെ ക്രോഡീകരിച്ച് പറയേണ്ടതിനായിട്ട് മിഷൻ മീറ്റിംഗ് നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ ആദ്യമായിട്ട് നമ്മൾക്ക് കാണുന്നു. ഇനി 16-ാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ 11 മുതൽ 15 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ മിഷൻ്റെ ഫലമായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്ന പൗലോസും ശീലാസും ഒക്കെ യൂറോപ്പിലേക്ക് ഒരു മിഷൻ യാത്ര പോകുന്നതായിട്ട് കാണുന്നു. അവിടെ ഫിലിപ്പിയ എന്ന് പറയുന്നതായ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുന്നു. ഇന്നത്തെ പോലെയുള്ളതായ ആധുനിക സൗകര്യങ്ങളോ വെൽക്കമോ ഒന്നും അവിടെ ഇല്ലായിരുന്നു. അവിടെ നമുക്ക് 16-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പൗലോസും ശീലാസും അവിടെ ഫിലിപ്പിയിൽ യൂറോപ്പിൽ ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീയെ പുഴവക്കത്ത് ഇരിക്കുമ്പോൾ അവളോട് സുവിശേഷം പറഞ്ഞ് ലുദിയ എന്ന് പറയുന്നതായ സ്ത്രീയോട് സുവിശേഷം പറഞ്ഞു. ആദ്യമായിട്ട് അവിടെയാണ് യൂറോപ്പിലെ സുവിശേഷം ആരംഭിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സുവിശേഷം പറയുന്നതിന് ഇന്ന സ്ഥലം വേണമെന്നില്ല, ഒരു ഹോൾ വേണമെന്നില്ല, പള്ളി വേണമെന്നില്ല, വലിയ ജനക്കൂട്ടം വേണമെന്നില്ല, മൈക്ക് സെറ്റ് വേണമെന്നില്ല, അങ്ങനെ ഫണ്ട് റേസിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണമെന്നില്ല. പൗലോസ് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ മിഷണറി തൻ്റെ യൂറോപ്പിലേക്കുള്ള മിഷൻ യാത്രയിൽ തൻ്റെ മിഷൻ അവിടെ ആരംഭിച്ചത് ഒരു സ്ത്രീ പുഴവക്കത്തിരുന്നപ്പോൾ അവളോട് നേരിട്ട് പേഴ്സണൽ ഇവാഞ്ചലിസം നടത്തി. അവളുടെ ഹൃദയം ദൈവത്തെ കണ്ടെത്തി, അവളുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി കൊടുത്തു. അവളുടെ മുഖാന്തരം അവിടെ ഒരു സഭ ഉണ്ടായി എന്ന് നമുക്ക് കാണാം. അവിടെ നമുക്ക് തുടർന്ന് കാണാനായിട്ട് സാധിക്കുന്നത് പലവിധമായ പെർസിക്യൂഷനൊക്കെ ഉണ്ടായി. പൗലോസിനെയൊക്കെ നിലത്തിട്ട് വലിച്ചുകൊണ്ടും അടിച്ചുകൊണ്ടും ഒക്കെ പോകുന്നതായ സംഭവങ്ങളുണ്ടായി. എന്നാൽ ദൈവഭക്തനായിരുന്ന പൗലോസ്, ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി ഇറങ്ങിയതായ പൗലോസ്, ദൈവത്തിൻ്റെ വിഷനോടുകൂടെ ഇറങ്ങിയതായ പൗലോസിന് അതൊന്നും ഒരു പ്രശ്നമല്ല. താൻ പറയുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ വഹിച്ചതായ ആ പാടുകൾക്ക് ഇനി കുറേ കൂടെ എൻ്റെ ജീവിതത്തിൽ കൂടെ അനുഭവിച്ച് അത് പൂരിപ്പിക്കുവാനായിട്ട്, ആ വേദന എൻ്റെ ജീവിതത്തിൽ കൂടെ അനുഭവിച്ച് ഈ വേലയിൽ പങ്കേരുവാനായിട്ട് എനിക്ക് സാധിക്കുമെങ്കിൽ അവിടെയാണ് ഞാൻ സന്തോഷം അനുഭവിക്കുന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇന്നത്തെ ലെസൺ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിച്ചത് അപ്പോസ്തല പ്രവൃത്തികൾ
എങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്? സുവിശേഷങ്ങൾക്ക് ശേഷമായിട്ട് യേശു ക്രിസ്തു തൻ്റെ പ്രസംഗം അവിടെ പൂർത്തിയാക്കുന്നു. ജനങ്ങൾക്ക് ഒരു ആജ്ഞ കൊടുക്കുന്നു, വാഗ്ദാനം കൊടുക്കുന്നു, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റവനായ യേശു 40 ദിവസം അവരോടുകൂടെ ഇരുന്ന് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയതിന് ശേഷമായിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നു. അതിനുശേഷമായിട്ട് ഒരു 120 പേർ ചേർന്ന് അവിടെ പ്രാർത്ഥന യെരുശലേമിൽ ആരംഭിക്കുന്നു. അപ്പോൾ ആ പള്ളിയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് അവർ മുൻപോട്ട് പോകുന്നത്. അന്ന് വരെ ഇങ്ങനൊരു പെന്തക്കോസ്ത് സഭയോ അല്ലെങ്കിൽ യേശുവിൻ്റെ സഭയോ അങ്ങനെയൊന്നും പ്രത്യേകിച്ചില്ലായിരുന്നു. അങ്ങനെ ഒരു വിങ്ങായിട്ട് യെരുശലേം സഭയുടെ ഒരു ഭാഗത്ത് കൂടി ഒക്കെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആണ് ഈ പരിശുദ്ധാത്മശക്തി കടന്നു വരുന്നത് പെന്തക്കോസ്ത് നാളിൽ. അന്നാണ് 3,000-3,000 പേര് രക്ഷിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് ഈ കർത്താവിൻ്റെ മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു റൂട്ടിലേക്ക് ഇത് മാറുന്നത്. യെരുശലേമിൽ സഭയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യപ്പെട്ട് കർത്താവിൻ്റെ സഭ, പുതിയ നിയമസഭ, അപ്പോസ്തോലന്മാരുടെ പ്രവൃത്തി അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കൊണ്ടുള്ള സഭ എന്ന രീതിയിൽ മുൻപോട്ട് പോകുന്നത് നമ്മൾ പഠിക്കുകയുണ്ടായി. ഈ സഭയുടെ ആദ്യത്തെ സമയങ്ങളിൽ ഉണ്ടായതായ പ്രശ്നങ്ങൾ ഒക്കെ എങ്ങനെ പരിഹരിക്കപ്പെട്ടു, അതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളായിരുന്നു. ഇന്നും ഈ കാര്യങ്ങൾ ഒക്കെ തന്നെ നമ്മളുടെയും സഭകളിൽ പ്രത്യേകാൽ വഷളത്വവും കോട്ടവും നിറഞ്ഞിരിക്കുന്നതായ ഈ ലോകത്തിൽ അതുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. അതിൻ്റെ മധ്യത്തിലും ജീവിതത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട്, കർത്താവിൻ്റെ വേലയെ തികച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധാത്മ ശക്തിയോടുകൂടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത് ഷെയർ ചെയ്താൽ അവർക്കും ഇത് മനസ്സിലാക്കുവാനും കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവിൻ്റെ സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട് മുൻപോട്ട് പ്രവർത്തിപ്പാനും ഇടയായിത്തീരും എന്നുള്ള ഓർത്ത് അതിനുവേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.